ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് മക്കളെ പ്രറ്റിമിസ് ആണ്. അപ്പം നമ്മുടെ 9ാം ക്ലാസ്സിലെ ബയോളജിയിൽ റെസ്പിറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ലൈവിലും കൂടെ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലെ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നാണ് മിസ് പറയാൻ പോകുന്നത്. സോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗം പഠിച്ചാലോ? യെസ്, റെഡി ആണെങ്കിൽ ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ മെംബ്രെയിൻ വിച്ച് കവർ ദി ലങ്സ്, ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള സ്ഥലം ഏതാണെന്നാണ്. ഇതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ് കേട്ടോ. അപ്പം ഏതാ നമ്മുടെ കറക്റ്റ് ആൻസർ? ഡയഫ്രം ഉണ്ട്, പ്ലൂറ ഉണ്ട്, ബ്രോങ്കിയോൾ ഉണ്ട്, ട്രക്കിയ ഉണ്ട്. അപ്പം ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള സ്ഥലം ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ഏതാ വരിക? നമ്മുടെ പ്ലൂറയാണ്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്ലൂറയാണ്. സെക്കൻഡ് വൺ, ഐഡന്റിഫൈ ദ മസിൽസ് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ് ഇൻ ദി ഇല്ലസ്ട്രേഷൻ. ചിത്രീകരണത്തിൽ എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന പേശി ഏതാണെന്നാണ്. നമ്മൾ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ഇൻസ്പിറേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ റിബ്സ് റേസ് ചെയ്യുന്നുണ്ട്. ഈ വാരിയലുകൾ ഉയരാൻ കാരണമാകുന്ന എന്താ? അവിടെയുള്ള ഒരു മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം ഇതിൽ എക്സ് എന്ന് പറയുന്നത് ആരാണ്? ഇന്റർകോസ്റ്റൽ മസിലാണ്. ഇന്റർകോസ്റ്റൽ മസിൽ എന്ന് നമ്മൾ പറയും. ഇന്റർകോസ്റ്റൽ പേശികൾ. ഓക്കെ, ഇന്റർകോസ്റ്റൽ പേശികൾ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. എക്സ് എന്ന് പറയുന്ന പേശി നമ്മുടെ ലങ്സിന്റെ ഉള്ളിലായിട്ട് വാരിയൽ അല്ലെങ്കിൽ ലങ്സിന്റെ പുറമെ വാരിയലുകളുടെ ഇടയിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇന്റർകോസ്റ്റൽ മസിൽ എന്നാണ് നമ്മൾ പറയുന്നത്. Then the level of hemoglobin in female is 12 to 16 gram per deciliter of blood. Level of hemoglobin in males. നമ്മൾ സ്ത്രീകളിലും പുരുഷന്മാരിലും ഹീമോഗ്ലോബിന്റെ അളവ് പഠിക്കുന്നുണ്ട്. അപ്പം ഇത് എന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പം സ്ത്രീകളിൽ തന്നിട്ടുണ്ട് 12 മുതൽ 16 ഗ്രാം പെർ ഡെസിലിറ്റർ ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ മെയിൽസ്, പുരുഷന്മാരിൽ ഹീമോഗ്ലോബിന്റെ അളവ് എത്രയാണെന്നാണ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല തവണയായിട്ട് ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ ക്രിസ്മസ് എക്സാമിനും ആനുവൽ എക്സാമിനും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്, എന്താണ് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഹീമോഗ്ലോബിന്റെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തായാലും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാം. അടുത്ത് നോക്കിക്കേ, 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വേർ ദ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇസ് ഹൈ, ഹൗ ഡസ് ബ്ലഡ് ക്യാരി ഓക്സിജൻ. നമ്മൾ ആൽവിയോളസിന്റെ ഘടന പഠിക്കുന്നതാണ് അല്ലെ. ഈ ഒരു ചിത്രം നിങ്ങളോട് വരയ്ക്കാനായിട്ട് അല്ലെങ്കിൽ റീഡ്രോ ചെയ്യാനൊക്കെ ആയിട്ട് ചോദിക്കും. അപ്പൊ ഇത് വരയ്ക്കാനും കൂടെ പഠിക്കണം. അപ്പൊ ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളതിൽ ഓക്സിജന്റെ ഗാഢത കൂടുതൽ എവിടെയാണെന്നാണ്. അപ്പൊ ഈ ചിത്രത്തിൽ നോക്കിക്കേ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്സിജൻ കൂടുതലുള്ളത് എവിടെയാ? നമ്മുടെ ആൽവിയോളസിലാണ്. രക്തത്തിലൂടെ ഓക്സിജൻ എങ്ങനെ സംഭവിക്കപ്പെടുന്നു? അത് ഏത് പ്രോസസ്സാണ്? നമ്മുടെ ഡിഫ്യൂഷൻ ആണ്. ആൽവിയോളസിലാണ് കൂടുതൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ഉള്ളത്. ആൻഡ് ഓക്സിജൻ കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം ഓക്സി ഹീമോഗ്ലോബിൻ. ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സ് വഴിയാണ് രക്തത്തിലേക്ക് ഇത് പോകുന്നത്. ആൻഡ് രക്തത്തിൽ ചെല്ലുമ്പോഴോ ഈ ഓക്സിജൻ ആരുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു? ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ ഓക്സി ഹീമോഗ്ലോബിനായി ചേരുന്നു. ഈ ഓക്സി ഹീമോഗ്ലോബിൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോസസ്സും കൂടെ ഓർത്തു വെക്കുക. ഡിഫ്യൂഷൻ പ്രോസസ്സ് വഴിയാണ് രക്തത്തിലേക്ക് കലരുന്നത്. ഓക്കെ, യെസ്. സോ അടുത്ത് നോക്കിക്കേ, ഐഡന്റിഫൈ ദ പാർട്ട് ഗിവൺ ഹിയർ ഇൻ പ്ലാന്റ്സ് യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അതായത് ചെടികളിൽ വാതക വിനിമയം നടത്തുന്ന ഒരു ഭാഗം തന്നിരിക്കുന്നു, ഏതാണെന്ന് കണ്ടെത്താനാണ്. നമ്മൾ കുറേ എക്സാമ്പിൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സിൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടത്താൻ സ്റ്റൊമാറ്റ ഉണ്ട്, അതുപോലെ തന്നെ റൂട്ട് സെൽസ് ഉണ്ട്. പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് ബാർക്കിൽ നമ്മൾ കാണുന്നതാണ്. സോ ഈ എ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലെന്റി സെല്ലാണ് അല്ലേ? ലെന്റി സെല്ലാണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. വളരെ നിർബന്ധമായിട്ടാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റും കൂടിയാണ്. ഇവിടെ നടക്കുന്ന പ്രോസസ്സും എന്താണ്? ഡിഫ്യൂഷൻ പ്രോസസ്സ് തന്നെയാണ്. ഇതും ഡയറക്റ്റ് ആയിട്ട് ഹയർ ടു ലോവർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസ് പോകുന്നതാണ്. സോ ലെന്റി സെല്ലും സ്റ്റൊമാറ്റയിലും ഒക്കെ ഡിഫ്യൂഷൻ പ്രോസസ്സ് വഴിയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. Then observe the figure of cell organelle and answer the question. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ ഫേസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഹിയർ. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ പ്രോസസ് ഒക്വർ ഡ്യൂറിംഗ് ദി പ്രോസസ്. ഈ തന്നിട്ടുള്ളത് എന്താ? നമ്മുടെ സെല്ലിലുള്ള മൈറ്റോകോൺട്രിയാണ്. നമ്മൾ പറയും പവർ ഹൗസ് ഓഫ് ദ സെൽ. എന്തുകൊണ്ടാണ് പവർ ഹൗസ് എന്ന് പറയാൻ കാര്യം? നമ്മുടെ റെസ്പിറേഷനിലെ നമ്മുടെ സെക്കൻഡ് ഫേസ് ആയിട്ടുള്ള ക്രെബ്സ് സൈക്കിളാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. ഏതാണ്? ക്രെബ്സ് സൈക്കിളാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഘട്ടത്തിൽ നടക്കുന്ന പ്രധാന രാസപ്രവർത്തനങ്ങൾ ഏതെല്ലാം എന്നാണ്. ഇവിടെ ആദ്യത്തെ ഫേസ് ആയിട്ട് ഗ്ലൈക്കോളിസിസ് ഉണ്ടായ പ്രോഡക്റ്റ് ആയിട്ടുള്ള പൈറൂവിക് ആസിഡ് എന്തായിട്ട് മാറുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ പ്ലസ് 28 ATP ആയിട്ട് മാറും. ഇതാണ് ഇവിടെ നടക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം, മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
Then, cellular respiration is process of breakdown of glucose using oxygen and devasing energy. അല്ലെ, കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ എന്താക്കുന്നു, ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജ്ജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ കോശശ്വസനം അല്ലെങ്കിൽ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. വിച്ച് ആർ ദ 2 phases of cellular respiration? Write the chemical equation. ഇവിടെ നമ്മൾ പഠിക്കുന്നത് 2 സ്റ്റെപ്പാണ്. ഒന്നാമത്തേത് ക്രെബ്സ് സൈക്കിൾ, ഒന്നാമത്തേത് ഗ്ലൈക്കോളിസിസ്, രണ്ടാമത്തെ ക്രെബ്സ് സൈക്കിൾ. ഗ്ലൈക്കോളിസിന് ഓക്സിജൻ ആവശ്യമില്ല, പക്ഷെ ക്രെബ്സ് സൈക്കിളിന് എന്താണ്, ഓക്സിജൻ ആവശ്യമായിട്ടുണ്ട്. ഇനി അവിടെ നടക്കുന്നത് എന്താ, രാസസമവാക്യം. റെസ്പിറേഷനിൽ എന്താ സംഭവിക്കുന്നത്, ഗ്ലൂക്കോസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ എന്തായിട്ട് മാറുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറും 30 ATP ആയി മാറുന്നു. അപ്പം ഇതാണ് നമ്മുടെ റെസ്പിറേഷൻ്റെ ഒരു കംപ്ലീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ ഗിവ്സ് CO2 പ്ലസ് H2O പ്ലസ് 30 ATP. ഇപ്പം ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിക്കണം. സോ റെസ്പിറേഷൻ പ്രോസസ്സിലെ ഓരോ ഘട്ടങ്ങളും മനസ്സിലാക്കി തന്നെ പഠിക്കാം. കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്കുകളും നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം see you soon. Bye bye.